നമസ്കാരം. 2025 അങ്ങനെ കഴിഞ്ഞു. 2026 നമ്മൾ കടന്നു കഴിഞ്ഞു. 2025 ഡിസംബർ മാസത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റ വാഹനങ്ങളെ വിറ്റ നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ 1 മുതൽ 10 വരെ നമ്മൾ റാങ്ക് ചെയ്യാൻ പോവുകയാണ്. ശരിക്കും ഈ ഒരു മാസത്തിൽ വിറ്റ വാഹനങ്ങളുടെ നമ്പർ എടുക്കുമ്പോൾ അത് യഥാർത്ഥത്തിൽ ഇയർ എൻഡ് സെയിലിനെയാണ് സൂചിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു. എൻജിൻ ബേയുടെ മറ്റൊരു ബ്ലോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. നമ്മുടെ ബ്ലോഗും നമ്മുടെ ഇത്തരത്തിലുള്ള കോണ്ടന്റുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക. മാത്രമല്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. അതിന് വളരെയധികം വിലയുണ്ട്. തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ 10ാമത്തെ സ്ഥാനത്ത് വന്നിട്ടുള്ളത് മാരുതി സുസുക്കിയുടെ വാഗണാറാണ്. എങ്ങനെ നോക്കിയാലും ഈ ഒരു വാഹനം ഒരു ടോപ്പ് 10ൻ്റെ ചാർട്ട് എടുക്കുമ്പോഴത്തേക്കും ടോപ്പ് 4 വരുന്നൊരു വാഹനമാണ്. 2025 ഡിസംബർ മാസത്തിൽ ഈ ഒരു വാഹനം 14,600 യൂണിറ്റുകളാണ് ടോട്ടൽ വിറ്റത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ കാറ്റഗറിയിലും ഉള്ള വാഹനങ്ങളായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും വാഗണാറിന് അതിൻ്റേതായിട്ടുള്ള ഒരു പ്രാമുഖ്യം ഉണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. 1 ലിറ്ററിലും 1.2 ലിറ്ററിലും അവൈലബിൾ ആണ്. 1 ലിറ്റർ എന്ന് പറയുന്നത് കേട്ടൻ സി എന്ന് പറയുന്ന 998 cc 3 സിലിണ്ടർ എഞ്ചിനാണ്. 1.2 എന്ന് പറയുന്നത് കേറ്റൽ എൻ എന്ന് പറയുന്ന 4 സിലിണ്ടർ എഞ്ചിനാണ്. ഇനി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4,99,000 മുതൽ 6,95,000 വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക്സ്-ഷോറൂം പ്രൈസ്. ഓട്ടോമാറ്റിക്കൽ അവൈലബിൾ ആണ്. അത് AMT ട്രാൻസ്മിഷനാണ്. CNGയിലും ഈ ഒരു വാഹനം അവൈലബിൾ ആണ്. 24 കിലോമീറ്ററിന് മുകളിലാണ് കമ്പനി ക്ലെയിം ചെയ്യുന്നത്. ഇനി 9ാമത്തെ സ്ഥാനത്ത് സ്കോർപിയോ നെയിം പ്ലേറ്റിൽ വരുന്ന 2 വാഹനങ്ങളാണ്. 15,900 യൂണിറ്റാണ് ടോട്ടൽ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. സ്കോർപിയോ നെയിം പ്ലേറ്റിൽ വരുന്ന സ്കോർപിയോ ക്ലാസിക്, അത് നമുക്കറിയാം ഡീസലിലും മാനുവലിലും മാത്രമാണ് ആ ഒരു വാഹനം അവൈലബിൾ ആയിട്ടുള്ളത്. 12,98,000 മുതൽ 16,70,000 വരെയാണ് സ്കോർപിയോ ക്ലാസിക്കിൻ്റെ വില എന്ന് പറയുന്നത്. എന്നാൽ സ്കോർപിയോ എൻ എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഒരു പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന ഒരു വാഹനമാണ്. SUV, ശരിക്കും SUV എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറൊക്കെ ശരിക്കും അന്വർത്ഥമാക്കുന്നൊരു വാഹനം സ്കോർപിയോ എൻ ആണ്. പെട്രോളിലും അവൈലബിൾ ആണ്, ഡീസലിലും അവൈലബിൾ ആണ്, മാനുവൽ ട്രാൻസ്മിഷൻ ഒബിയസ്ലി നമുക്കറിയാം. അത് മാത്രമല്ല ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിലും ഈ ഒരു വാഹനം അവൈലബിൾ ആണ്. 13,20,000 മുതൽ 24,17,000 വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക്സ്-ഷോറൂം പ്രൈസ്. എന്നാൽ 8ാം സ്ഥാനത്തേക്ക് വന്നിട്ടുള്ളത് ടാറ്റ മോട്ടോഴ്സിൻ്റെ മൈക്രോ SUV കാറ്റഗറിയിൽ വരുന്നൊരു വാഹനമാണ്. റീസെൻ്റായിട്ട് ഈ ഒരു വാഹനത്തിനൊരു ഫേസ് ലിഫ്റ്റ് ലഭിച്ചിട്ടുണ്ട്. ഈ ഒരു വാഹനത്തിലേക്ക് ടർബോ ഒക്കെ വന്നിട്ടുണ്ട്. നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം 2026 ജനുവരി 13-ാം തീയതി ഈ ഒരു വാഹനത്തിൻ്റെ വില കാര്യങ്ങളൊക്കെ വെളിയിലേക്ക് വരും. തീർച്ചയായിട്ടും ഈ ഒരു വാഹനം ഇലക്ട്രിക്കൽ അവൈലബിൾ ആണ്, CNGയിൽ അവൈലബിൾ ആണ്. അത് ട്വിൻ സിലിണ്ടർ ടെക്നോളജിയിലാണ് വരുന്നത്. നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോളിലും ഈ ഒരു വാഹനം അവൈലബിൾ ആണ്. ഇപ്പോൾ ഇനി വരാൻ പോകുന്ന വാഹനം ടർബോയിലും അവൈലബിൾ ആണ്. 16,600 യൂണിറ്റാണ് 2025 ഡിസംബർ മാസത്തിൽ ഈ ഒരു വാഹനം ടോട്ടൽ വിറ്റത്. 9,99,000 മുതൽ 14,44,000 വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഇലക്ട്രിക് വേർഷൻ്റെ വില. എങ്കിൽ ഇതിൻ്റെ പെട്രോൾ വേർഷൻ്റെ വില എന്ന് പറയുന്നത് 5,50,000 മുതൽ 9,30,000 വരെയാണ്. ഡീസൽ വരാത്തത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വളരെ ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഡീസലും കൂടി ഉണ്ടെങ്കിൽ ആൾട്രോസിലുള്ള 1.5 ലിറ്റർ ഡീസൽ എഞ്ചിൻ ഈ ഒരു വാഹനത്തിലേക്ക് വന്നെങ്കിൽ നല്ല ഫ്യൂൽ എഫിഷ്യൻസി നൽകുന്ന ഒരു എഞ്ചിനാണ്. തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സിറ്റി കമ്മ്യൂട്ടേഷനോ അത് മാത്രമല്ല കുറച്ചധികം ഇലക്ട്രിക് കാറുകളെ ആശ്രയിക്കുന്ന ആളുകൾ പഞ്ച് എന്ന് പറയുന്നൊരു വാഹനം വാങ്ങിയേനെ. കുറച്ച് പ്രൈസ് കൂടിയാൽ പോലും ആളുകൾ ആ ഒരു വാഹനത്തെ കൺസിഡർ ചെയ്തേനെ. ഇപ്പോൾ ഉള്ള റെവട്രോൺ എഞ്ചിൻ എന്ന് പറയുന്നത് അത്യാവശ്യം നോയ്സിയാണ്, 3 സിലിണ്ടർ എഞ്ചിനാണ്. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം. 7ാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് മാരുതി സുസുക്കിയുടെ MPV കാറ്റഗറിയിൽ വരുന്ന എർട്ടിഗയാണ്. പെട്രോളിലും CNGയിലും അവൈലബിൾ ആണ്, മാനുവലിലും ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിലും ഈ ഒരു വാഹനം അവൈലബിൾ ആണ്. 16,300 യൂണിറ്റാണ് 2025 ഡിസംബർ മാസത്തിൽ ടോട്ടൽ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ടൂർ എന്ന് പറയുന്ന ബാഡ്ജിങ്ങിൽ ടാക്സി സെഗ്മെൻറ്റിലേക്ക് ഈ ഒരു വാഹനം ഒരുപാട് വിൽക്കുന്നുണ്ട്. ഏസിൻ സോഴ്സ്ഡ് ആയിട്ടുള്ള പ്യുർ ടോർക്ക് കൺവെർട്ടഡ് ട്രാൻസ്മിഷനാണ് ഈ ഒരു വാഹനത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ സെയിൽ നമ്പർ കൂടാനുള്ള കാര്യം കൂടുതൽ ടാക്സി സെഗ്മെൻറ്റിലേക്ക് ഈ ഒരു വാഹനത്തെ പ്രിഫർ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇനി 6ാം സ്ഥാനത്ത് മാരുതി സുസുക്കിയുടെ കോമ്പാക്ട് SUV ആയിട്ടുള്ള ബ്രസയാണ്. 1.5 ലിറ്റർ ആണ് ഈ ഒരു വാഹനത്തിലേക്ക് വരുന്നത്. ഡീസലിൽ അവൈലബിൾ അല്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ടോപ്പ് എൻഡിലൊക്കെ മാനുവൽ ട്രാൻസ്മിഷനിലൊക്കെ സ്മാർട്ട് ഹൈബ്രിഡ് ഫീച്ചർ വരുന്നുണ്ട്. ഒരു കാലത്ത് അത് എടുത്തു കളഞ്ഞതാണ്. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് ടോർക്ക് കൺവേർട്ടഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ തന്നെയാണ്. 8,26,000 മുതൽ 13,01,000 വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക്സ്-ഷോറൂം പ്രൈസ്. ഇനി 5ാം സ്ഥാനത്ത് സ്വിഫ്റ്റാണ്. സ്വിഫ്റ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ പ്രീമിയം നേച്ചറൊക്കെ നഷ്ടപ്പെട്ടു. സെറ്റൽ എന്ന് പറയുന്ന 3 സിലിണ്ടർ എഞ്ചിനാണ്. 81 PS പവറും 111 Nm ടോർക്കുമാണ് അതിൻ്റെ പവർ എന്ന് പറയുന്നത്. CNGയിൽ അവൈലബിൾ ആണ്.
5,79,000 മുതൽ 8,80,000 വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക്സ് ഷോറൂം പ്രൈസ്. 2025 ഡിസംബർ മാസത്തിൽ 18,800 യൂണിറ്റുകൾ ടോട്ടൽ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞു. പക്ഷേ ഇതിന് മുമ്പുള്ള ബ്രസ എന്ന് പറയുന്ന വാഹനം 17,700 യൂണിറ്റുകൾ മാത്രമാണ് വിറ്റഴിഞ്ഞത്. ഇനി 4ാം സ്ഥാനത്ത് ഡിസയർ ആണ്. ഡിസയർ എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ 2025 കലണ്ടർ വർഷത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റ വാഹനം ഡിസയർ ആണ്. ഡിസയർ എന്ന് പറയുന്ന വാഹനത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ മികച്ച സ്റ്റൈലിംഗ് ആണ്. ഇപ്പോൾ കാലഹരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാറ്റഗറിയാണ് സെഡാൻ. അതിൽ തന്നെ കാലഹരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാറ്റഗറിയാണ് കോമ്പാക്ട് സെഡാൻ എന്ന് പറയുന്നത്. അമേസും അതുമാത്രമല്ല ഡിസയർ, ഓറ, അങ്ങനെ കുറച്ച് വാഹനങ്ങൾ മാത്രമേ ഉള്ളൂ. ഓറ എന്ന് പറയുന്നത് ഹ്യുണ്ടായുടെ വാഹനമാണ്. അമേസ് എന്ന് പറയുന്നത് ഹോണ്ടയുടെ വാഹനമാണ്. 19,100 യൂണിറ്റാണ് 2025 ഡിസംബർ മാസത്തിൽ ഡിസയർ മൊത്തത്തിൽ വിറ്റത്. CNGയിൽ അവൈലബിൾ ആണ്, പെട്രോളിൽ അവൈലബിൾ ആണ്. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഉണ്ട്, അത് AMT ആണ്. ഇപ്പോൾ സ്വിഫ്റ്റിലാണെന്നുണ്ടെങ്കിലും ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഉണ്ട്, അതും AMT ആണ്. മാരുതി അതിനെ വിളിക്കുന്നത് AGS എന്നുള്ളതാണ്. 19,100 യൂണിറ്റുകൾ മാത്രമാണ് 2025 ഡിസംബർ മാസം അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. 6,26,000 മുതൽ 9,31,000 വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക്സ് ഷോറൂം പ്രൈസ്. ഇനി 3ാം സ്ഥാനത്ത് ടാറ്റ മോട്ടോഴ്സിൻ്റെ കോമ്പാക്ട് SUV ആയിട്ടുള്ള നെക്സോൺ ആണ്. എല്ലാ അവതാരത്തിലും ഈ ഒരു വാഹനത്തെ കാണാം. ഡീസലിൽ അവൈലബിൾ ആണ്, പെട്രോളിൽ അവൈലബിൾ ആണ്, ഇലക്ട്രിക്കിൽ അവൈലബിൾ ആണ്, CNGയിൽ അവൈലബിൾ ആണ്. ഇനി ഭാവിയിൽ ഫ്ലെക്സ് ഫ്യൂവലിലും ഈ ഒരു വാഹനം അവൈലബിൾ ആയിരിക്കും. ഫ്രോങ്സ് ഒക്കെ ആ ഒരു ഫ്ലെക്സ് ഫ്യൂവൽ വാഹനമായിട്ട് വരുന്നുണ്ട്. സീരീസ് ഹൈബ്രിഡ് ടെക്നോളജിയിലൊക്കെ ഫ്രോങ്സ് വരാൻ പോകുന്നുണ്ട്. 2025 ഡിസംബർ മാസത്തിൽ 19,400 യൂണിറ്റുകളാണ് ടോട്ടൽ നെക്സോൺ വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. 8 ലക്ഷം മുതൽ 14,15,000 വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ICE വേർഷൻ പെട്രോൾ വാഹനത്തിൻ്റെ വില. എന്നാൽ ഇലക്ട്രിക്കിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ 12,49,000 മുതൽ 17,49,000 വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ വില പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഇനി 2ാം സ്ഥാനത്ത് മാരുതി സുസുക്കിയുടെ ഫ്രോങ്സ് ആണ്. ഒരു ക്രോസ് ഓവർ SUV എന്ന് തന്നെ പറയാം. തീർച്ചയായിട്ടും ഈ ഒരു വാഹനം വളരെ മികച്ച ഒരു വാഹനം തന്നെയാണ്. ബലീനോയുടെ പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് വരുന്നത്. CNGയിലും പെട്രോളിലും ഈ ഒരു വാഹനം അവൈലബിൾ ആണ്. AGS ആണ് ഈ ഒരു വാഹനത്തിൻ്റെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ, അത് AMT ആണ്. 2025 ഡിസംബർ മാസത്തിൽ 20,700 യൂണിറ്റുകൾ ടോട്ടൽ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 6,85,000 മുതൽ 11,98,000 വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക്സ് ഷോറൂം പ്രൈസ്. ഈ ഒരു വാഹനം ഭാവിയിൽ സീരീസ് ഹൈബ്രിഡ് ടെക്നോളജിയിൽ വരുന്ന മാരുതിയുടെ വാഹനങ്ങളുടെ ശൃംഖലയിൽ ആദ്യത്തെ വാഹനമായിരിക്കും ഫ്രോങ്സ്. അതുമാത്രമല്ല ഫ്ലെക്സ് ഫ്യൂവലിലും ഈ ഒരു വാഹനം അവൈലബിൾ ആയിരിക്കും. ഇനി അങ്ങോട്ട് 2027 ആകുമ്പോഴത്തേക്കും കഫേ നോംസ് വരുമ്പോഴത്തേക്കും കൂടുതൽ മാരുതി സുസുക്കി ഫോക്കസ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ഫ്ലെക്സ് ഫ്യൂവൽ വാഹനങ്ങളിലും അതുമാത്രമല്ല സീരീസ് ഹൈബ്രിഡ് ടെക്നോളജിയിൽ വരുന്ന വാഹനങ്ങളിലൊക്കെ ആയിരിക്കും. 1ാം സ്ഥാനത്ത് മാരുതി സുസുക്കിയുടെ ബലീനോ ആണ്. നമ്മൾ ആരും പ്രതീക്ഷിക്കാത്തൊരു വാഹനം തന്നെയാണിത്. ബലീനോയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനം പെട്രോളിൽ അവൈലബിൾ ആണ്, CNGയിൽ അവൈലബിൾ ആണ്. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് AGS ആണ്, അത് AMT ആണെന്ന് നമുക്കറിയാം. 2025 ഡിസംബർ മാസത്തിൽ 22,100 യൂണിറ്റുകളാണ് ടോട്ടൽ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. വളരെ മികച്ച വാഹനമാണ്. എന്നാൽ വളരെ താഴ്ന്ന ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. അപ്രോക്സിമേറ്റ്ലി 165 മില്ലിമീറ്റർ മാത്രമാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ്. 22-ന് മുകളിലാണ് കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ്. നിങ്ങൾക്ക് പ്രാക്ടിക്കലി തീർച്ചയായിട്ടും ഒരു 18-നും 19-നും ഇടയ്ക്ക് തീർച്ചയായിട്ടും ലഭിക്കും. ഒരു വാഹനത്തിൻ്റെ വിലയിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 5,99,000 മുതൽ 9,16,000 വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക്സ് ഷോറൂം പ്രൈസ്. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് വീണ്ടും കാണാം. നിങ്ങളുടെ സ്നേഹത്തിൻ്റെ സപ്പോർട്ടിലും ഒരിക്കൽ കൂടെ നന്ദി. നമസ്കാരം.